ഇന്ന് രണ്ടോണ ദിവസമാണ്, അവിട്ടം ദിനം. അപ്പോൾ ഇന്നേ ഇപ്പം ഞാൻ ഇവിടെ ഒരു കളി കളിക്കായിരുന്നു ഇവിടെ കുറച്ച് നേരത്തെ. ഇനിയിപ്പോൾ ഇനി അത് സംഭവിക്കാന്ന് അറിയില്ല. ഞാൻ ഇന്ന് ഇവിടെ കുടുക്കിട്ട് പിടുത്താം. അയ്യോ ദൈവമേ, പുളിയുറുമ്പുകളുടെ കൂട്ടത്തിന് അവിടെ ഞാൻ തല്ലി തൊഴിപ്പിച്ചു. അവിട്ടണമൊക്കെ കടിച്ചു. പൊടിയോടെ അതേ ഇവിടെ കണ്ടിട്ടാ കൊണ്ടാണ് അവർക്ക് മറ്റേ സോസേജ് ഉണ്ട് അവരുടെ അത് കട്ട് ചെയ്ത് കൊടുക്കണതേ. മണുണ്ട്, മണം കിട്ടി, എന്റെ പോക്കറ്റിലുണ്ട് മണം കിട്ടിയതുകൊണ്ട് വേണ രണ്ടാൾക്കും കുടുക്കിട്ട് പിടിച്ചേ. കുടുക്കിട്ട് പിടിക്കാനായിട്ടേ ഞാൻ ചാർലോടും ഇമ്രാനെയും അഴിച്ചിട്ട് ചോറ് കൊടുത്തുള്ളവർക്ക് രണ്ടുപേർക്കും എന്ന് പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും ഞാൻ കുടുക്കിട്ട് പിടിക്കാൻ പോവാന്ന് പറഞ്ഞുവിട്ടാ. അപ്പോൾ രണ്ടുപേരും ഒരാൾ അവിടെ നിൽക്കണത്, ഒരാൾ ഇവിടെ നിൽക്കണത്. കുടുക്കിട്ട് പിടിക്കാൻ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാലേ കൊടുക്കണേ ചിരി വരും കേട്ടാ. നീ ഒരു കുഞ്ഞൊരു ചരടുണ്ട്, എൻ്റെ ട്രൗസറിൻ്റെ ഡ്രോയറിൻ്റെ ചരടായിരുന്നത്, അത് ഊരി പോന്നപ്പോൾ ഇവിടെ കിടക്കുന്നായിരുന്നാ. അപ്പോൾ ഞാൻ കുടുക്കിട്ട് പിടിക്കാൻ പോകണട്ടാ. ഇതിങ്ങനെ കാണിച്ചിട്ടേ ഇതിങ്ങനെ എറിയാൻ നോക്കി ഒഴുകി ഇമ്രാനൊരു പോക്ക് പോയി. നമ്മൾ ഈ ഇവിടേക്കൊക്കെ കാട്ടിലേക്കൊക്കെ മറ്റേ ഇവിടേക്കൊക്കെ ഈ ആഫ്രിക്കയിലത്തെ സഫാരിയിലേക്കൊക്കെ ഇങ്ങനെ പോയില്ലേ, ഈ കാറി ഇത് മറ്റേ റോട്ടിയോടെ പോകുമ്പോൾ മാനുകളൊക്കെ ഇങ്ങനെ പോയില്ലേ മുകളിലോടെ ഈ റോഡിനെ ക്രോസ് ചെയ്തിട്ട്. ഇനി അത് കൊടുത്തു കഴിഞ്ഞിട്ട് കയറല്ലോ കുടുക്കിട്ട് പിടിക്കാൻ പോവാ. താങ്ങി രണ്ടും ഈ സാധനാണ് കണ്ടാ. ഇതിപ്പോ കാണിച്ചില്ലാന്നുണ്ടെങ്കിൽ ഇവരെന്റെ പിന്നാലെ വരുമ്പോ നിങ്ങൾ പറയോ സരിതോടെ എന്തൊരു സ്നേഹം. ഇതാണ് നായ്ക്കളെ, നാടൻ നായ്ക്കളെ ആകർഷിക്കാനുള്ള തന്ത്രം. സുന്ദരന് വേണ ഇത് കൊണ്ടുപോയിട്ട് നിനക്ക് എന്തൊരു തേങ്ങ ചെയ്യാൻ ഇത് പൊട്ടിക്കാറിയോ? കവർ പൊട്ടിക്കാറിയോ? തോല് പൊട്ടിക്കണം. ചുട്ടുപണി ഇപ്പോഴത്തെ നായ്ക്കൾക്ക് ഭാഗ്യാണ്. അല്ല പണ്ട് കാലത്ത് ഈ വക സാധനങ്ങളൊന്നും കൊടുക്കാറില്ലല്ലോ. ഇമ്രാനിപ്പൊ കൊടുക്കാത്തിരി വൈകിന്ന് വിചാരിക്കി. അപ്പോഴേക്കും ചിലപ്പോൾ ഈ സാധനം ഒന്നും പൊട്ടിക്കാനായിട്ട് കിട്ടില്ല. അപ്പം ഇത്തിരി ടൈം എടുത്തുന്നുണ്ടെങ്കിൽ അപ്പോഴേക്കും ചാർലിയുടെ അത് തിന്നു കഴിഞ്ഞ് ചാർലിയ വന്നാൽ പിന്നെ ഇമ്രാന് കിട്ടില്ല. അയ്യോ ചാർലി അവിടെ നിന്നിട്ട് ഒരു നോട്ടം നോക്കുമ്പോൾ ഇമ്രാനിട്ട് പോവും. പോലെ പേടി തൂറിയ ആ ചുക്കിനെ പേടിക്കോ. അയ്യോ വിഴുങ്ങിയത്. മറ്റവൻ പിന്നെ അവിടെ സമാധാനം. ഞാൻ പ്ലാസ്റ്റിക് അതിൽ ഇട്ടിട്ട് വരണം. ഇത് വേണം അങ്ങോട്ട് കൊണ്ടോണാ. കൂർക്കതല്ല നമ്മള് ഇതെന്തുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനെ തിന്നത് ആസ്വദിച്ചിട്ടുണ്ടേ നോക്കിയ ചാർലി. സമാധാനയ്യ രണ്ടുപേർക്കും. സമാധാനമായി രണ്ടുപേർക്കും. ഓണായിട്ട് നിങ്ങൾക്ക് നല്ല ഫുഡ് കിട്ടിയില്ലേ എന്നുള്ള പരാതി വേണ്ട. അവർക്ക് പിന്നെ ചോറ് കൊടുത്തല്ലോ. ചോറും അയില കൂട്ടാനും കൂട്ടിയിട്ട് അയിലയും കൂട്ടിയിട്ട് അയില ബിരിയാണിന് കൊടുക്കുന്നത്. ഒരു അയില എടുക്കും ചോറ്. ഇമ്രാന്റെ നക്കിയോടത്ത് നക്കണ്. കുടുക്കിട്ട് പിടിക്കാൻ പോകട്ടാ രണ്ടുപേരെയും. അത് ഇപ്പൊ ഇല്ലേ, ഇപ്പൊ നിങ്ങൾ നിന്റെ അടുത്ത് ഇങ്ങനെ മഴ പിടിച്ച് കുടുക്കിട്ട് പിടിക്കാൻ പോട്ടാ. റെഡി 1 2 ശരിയില്ല, രസം പോയി. അതപ്പോഴും അതേ നമ്മൾക്ക് ക്യാമറ ചെയ്യണതാണ് രസം ഉണ്ടാവുള്ളൂ. പിന്നെ അത് വീണ്ടും റീക്രിയേറ്റ് ചെയ്യാൻ നോക്കി ആ ഒരു ഇത് കിട്ടില്ല. അതന്നെ അതാണ് രസമില്ലായ്മ. രസമില്ലായ്മ. ഫോൺ എടുത്തോ ചാർലി. ഇമ്രാൻ ഇവിടെ നിൽക്കട്ടാ. ഇനിയില്ലേ, ഇനി കഴിഞ്ഞു. ഇനിയില്ലേ, പോക്കറ്റിലില്ല. ഓരോന്ന് കഴിച്ചാൽ മതി ദിവസം. ഇപ്പനേ നമ്മുടെ റോഡിൽ സോളാറുകാർ ലൈറ്റ് പിടിപ്പിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു റോഡ് സൈഡിൽ. അപ്പോൾ ആ ലൈറ്റിൻ്റെ ഹൈറ്റ് ലൈൻ കമ്പിയേക്കാളും നമ്മൾ വീഡിയോയിൽ പറഞ്ഞല്ലോ, റോഡ് പണിയുമ്പോൾ പിന്നെ ഫർക്കയുടെ ലൈറ്റ് ഇവിടെ അവിടെ വരെ വെക്കണം എന്നൊക്കെ. അതാ ഇക്ക കണ്ടു വീഡിയോ. അപ്പോൾ ആള് പറയാം, ഞാൻ നിങ്ങളുടെ എല്ലാ വീഡിയോയും കാണുന്നുണ്ട്, ഞാനതൊക്കെ കണ്ടു, നമുക്ക് അവിടെ ഒരു 3 എണ്ണം വെക്കാന്ന് പറഞ്ഞു. സോളാറിൻ്റെ FRക്കാരെ വണ്ടി പതിവ് പോലെ ഇങ്ങോട്ട് വരുന്നുണ്ട്. വരുന്നുണ്ടോ വണ്ടി?
നേരെ പോകോ. എന്നിട്ട് അവരിന്ന് വരും ചെയ്തു. കാരണം എന്താ വെച്ചാൽ അതിൻ്റെ ഇവിടെ ഫിക്സ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ഈ അടിഭാഗം കണ്ട, അതേപോലെ ഇവിടെ വെച്ചിട്ടുള്ള എൻ്റെ അടിഭാഗം കോൺക്രീറ്റ് ചെയ്തിട്ടുള്ളത് കണ്ട, ഇതുപോലെ അടിഭാഗം കോൺക്രീറ്റ് ചെയ്ത് ഉറപ്പിക്കണമല്ലോ കുഴി എടുത്തിട്ട്. അപ്പം അത് ഈ അറ്റം മുഴുവൻ ഉറപ്പിച്ച് കഴിഞ്ഞിട്ട് ഇവിടെ പോയിന്റിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് കുത്തിപ്പൊളിക്കാൻ നിൽക്കണ്ടേ. അപ്പം ആദ്യം തന്നെ അവരിത് ഉറപ്പിക്കുമ്പോഴത്തേക്കും ആ ഫൗണ്ടേഷൻ വേഗം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇന്ന് അവർ വന്നു, 3 ലൈറ്റും കാര്യങ്ങളും സാധന സാമഗ്രികളും ഒക്കെ കൊണ്ടാ വന്നേ. അത് എടുത്താ വീഡിയോ എടുത്തിട്ടുണ്ട് അവർ വരുന്നത്. ആ പക്ഷെ എന്നിട്ട് സംഭവം എന്നറിയോ, ഇത് വെക്കാൻ നോക്കിയപ്പോഴാണ് ഈ ലൈൻ കമ്പി പോയേക്കണ കണ്ടാ, അത് മുട്ടും. അപ്പൊ അത് അവര് തിരിച്ചു പോയി. പിന്നെ അപ്പുറ സൈഡ് വെക്കണം. അപ്പുറ സൈഡ് വലിയ മരങ്ങളാ. അപ്പൊ അതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാവില്ല. അവരെന്നെ പറഞ്ഞു ഇത് വെറുതെ വെക്കാന്ന് മാത്രം. സോളാറിനൊരു 6 മണിക്കൂറെങ്കിലും കുറഞ്ഞത് വെയിൽ അതുമേ പാനലുമേ വെയിൽ കിട്ടിയാൽ ആ ലൈറ്റ് കത്തുള്ളൂ. നമ്മൾ വെറുതെ വെച്ചിട്ട് എന്താ കാര്യം, ലൈറ്റ് കത്താണ്ട് വെച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അവർ പോയി. ഇനി നമ്മൾ ഈ ലൈനില്ലേ ഇവരെ കേബിളാക്കണം. കേബിളാക്കിയിട്ട് ഇലക്ട്രിസിറ്റിക്ക് പരാതി കൊടുത്തിട്ട് ഇലക്ട്രിസിറ്റിയിൽ അപേക്ഷ കൊടുത്തിട്ട് കേബിളാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് വയ്ക്കാൻ പറ്റും. ഇപ്പോൾ ലൈൻ കമ്പിയല്ലേ. അങ്ങനെ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ഇങ്ങനത്തെ ജഗുനെ ഷൂട്ട് ചെയ്യുന്ന കേട്ടോ, നിതിനല്ല. ഇങ്ങനെ ഷൂട്ട് ചെയ്യുമ്പോൾ ഇവിടെ നിറയെ കല്ലും കട്ടയൊക്കെ ആയിരിക്കും. അപ്പോൾ ഇവരിങ്ങനെ പിന്തിരിഞ്ഞിട്ടാണ് നടക്കുക. അപ്പോൾ നമ്മൾ ഈ കുതിരട്ടത്തിനോട് പറഞ്ഞ പോലെ മോഹൻലാൽ പറഞ്ഞില്ലേ, വെള്ളം വെള്ളം അതുപോലെ കമ്പി ജഗ്ഗു ആണെങ്കിലും നമുക്ക് പേടി അടിയിൽ കല്ലും കട്ടയൊക്കെ എടുക്കണ കല്ല് കിട്ടാ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇനി പറയേണ്ട ആവശ്യമില്ല. ജഗ്ഗു സുഖമില്ല നടക്കാനായിട്ട്, ധൈര്യമായിട്ട് നടക്കാലോ, ഓടാം. ഇവിടുത്തെ ഏറ്റവും വലിയ സുഖം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ, ഇപ്പം ഞാൻ സുഖം എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെയല്ല കേട്ടോ. അപ്പോൾ രാത്രിയിൽ വൈകുന്നേരം രാത്രി 10 മണിയായാലും ഈ വെളിച്ചം നിൽക്കും ഇവിടെ. നമുക്ക് ഇവിടെ ധൈര്യമായിട്ട് രാത്രി നടക്കാമെന്ന് ഇങ്ങനെ. പിന്നെ സരിതയ്ക്ക് ഞാനൊരു സൈക്കിൾ വാങ്ങിച്ചു കൊടുക്കാൻ പോവാണ്. ഇവിടുത്തെ സൈക്കിൾ ചവിട്ടം എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ലേഡീസ് ബേഡാ, എന്നിട്ട് സൈക്കിള് ലേഡി ബേഡ്. ആ ലേഡി ബേഡ് സൈക്കിൾ. അതിനിപ്പോൾ വലിയ കാശൊന്നുമില്ലേ. ലേഡി ബേഡ് സൈക്കിൾ. അവർക്ക് ഇവിടെ സൈക്കിൾ ചവിട്ടി കിടക്കണം. ശരി വേണ്ടേ? ഞാൻ പറഞ്ഞു ജഗ്ഗുവിന്റെ സൈക്കിൾ ജഗ്ഗുവിന് ചവിട്ടാം. എനിക്ക് സൈക്കിൾ വാങ്ങിച്ചു ജഗ്ഗുവിന്റെ സൈക്കിൾ ചവിട്ടുന്നു വേണ്ട. ചേട്ടൻ മറ്റേ BSR വാങ്ങിച്ചു. അപ്പൊ സൈക്കിൾ ചവിട്ടാം. പിന്നെ വൈകുന്നേരം കിടന്ന് നടക്കാം. പിന്നെ ഓടാം. വ്യായാമത്തിന് പറ്റിയ ഒരു ഇടമായി മാറി. ഞങ്ങളുടെ മാഷ് പറയും നാടകത്തിന്റെ ഇടം, നാടകം കളിക്കാനുള്ള ഒരു ഇടമായി മാറി എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ നമ്മൾ ഓണത്തിൻ്റെ അന്ന് കൂർക്ക നട്ടൽ എന്തിരിക്കും എന്നുള്ളതാണ് ചോദ്യം. പൂക്കളൊക്കെ ഉണ്ടായിട്ടാ അതേ കാണിച്ചു തരാം. ഒരു ദിവസം നമ്മൾ പൊട്ടിച്ചിതുമെന്ന് പൊട്ടിച്ചിട്ടില്ലേ പൂക്കളം? അതെ, അവിടേക്ക് പൂക്കളം അതൊന്ന് പൊട്ടിച്ചിട്ട് പൂക്കളട്ടെ കാണിച്ചില്ലെന്ന് മാത്രം. ഞങ്ങൾ ഉണ്ടമല്ലി എന്ന് പറയും. ഉണ്ടമല്ലി എന്നൊക്കെ പറയും. ചില സ്ഥലങ്ങളിൽ വാടാമല്ലി എന്നൊക്കെ പറയണ പൂവ് അടിപൊളിയായിട്ട് ഉണ്ടാവുന്നുണ്ട്. ഇതിന്റെ ഒപ്പം തന്നെ ഇത് ഉണ്ടായി, മറ്റേ ഫാഷൻ ഫ്രൂട്ട് ഉണ്ടായി. ഇത് പൊട്ടിച്ച് കഴിച്ചു തുടർന്നു. കുറെ വാടി കണ്ട പാഷൻ ഫ്രൂട്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഒരാഴ്ചക്കുള്ളിൽ ഈ ചാവാലി വെണ്ടക്കായ ഉണ്ടാവുന്നു. വെണ്ടക്കായ ഉണ്ടായി കണ്ട, വെണ്ടക്കായ്ക്ക് ഉണ്ടായി കണ്ട. അല്ല ഉണ്ടായില്ല എന്ന് പറയരുത്, ഇതുണ്ടായി. ഇതേ പൊട്ടിക്കണം. പിന്നെ ചെണ്ടുമല്ലി. അപ്പം തൊട്ട് നടാൻ പോണേ കൂർക്ക അല്ലേ? കൂർക്ക നമ്മുടെ ആ കൂർക്കകൾ കാണിച്ച് അടിപൊളിയില്ലേ കൂർക്കകള്. ഇനി കടക്കുണ്ടായാൽ മതി, കടക്കുണ്ടായി രക്ഷപ്പെട്ടു. പിന്നെ ഞാൻ ഇഞ്ചികളൊക്കെ നോക്കിയാ ഇഞ്ചി അവിടെ ഇറക്കിയേക്കണ്. ആ നോക്കിയ ഇഞ്ചിയില്ലേ നോക്കിയാ. ഇഞ്ചി വേറെ എവിടെയും കൂടെ അല്ലേ ഇരുന്നോടന്ന്. ഇഞ്ചി അവിടെ നിന്ന് എടുത്തു കൊണ്ടിട്ടല്ല തുടങ്ങി. അപ്പൊ എടുത്തു കൊണ്ടുവന്നേക്കില്ലേ വീണ്ടും? അല്ല അതിന് പറിച്ചിട്ടില്ലേ. ഇത് കറക്റ്റായിട്ട് നോക്കിയാ നോക്ക്, എല്ലാം നന്നായില്ലേ ഇഞ്ചി ഭംഗിയില്ലേ. ഇനി ആദ്യം തന്നെ എന്തുട്ടാ കൃഷി സ്ഥലത്ത് ഈ ആവശ്യമായിട്ടുള്ള സാധനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചേട്ടനെ കാണാണ്ട ആളുകള് എന്താ അല്ല ചേട്ടൻ എവിടെ ഉണ്ടെന്ന്. അല്ല ഇഞ്ചി കാണിച്ചു കൊടുത്തു. ഇഞ്ചി കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അല്ല ചേട്ടൻ കാണിച്ചു കൊടുക്കാം.
അതിന് മുന്നേ ഒരു മിനിറ്റ് നമുക്ക് ഒരു മിനിറ്റ്. കുമ്മായേ, ഞാൻ കൃഷി സ്ഥലത്തേക്ക് കുമ്മായം, ആളുകൾ പറയുന്നത് ഞാൻ കുമ്മായല്ലേ. കുമ്മായല്ലേ ഇങ്ങോട്ട് വാ, എന്നിട്ട് മതി ഇതൊന്ന് ഇതാക്കാനാ. കത്തര കൊണ്ടുവാ, കത്തര. കുമ്മായേ, കത്തര കൊണ്ടുവാടി. കൊണ്ടുവരുന്നു കുമ്മായം വാങ്ങിച്ചിട്ടുണ്ട് ഞാനേ. അപ്പോൾ ആ കുമ്മായം നമ്മുടെ കൃഷി സ്ഥലത്ത് വിതരണമല്ലോ. ഇവിടെ നിലത്തിടാൻ പോവാ. എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് അയക്കില്ല. അത് പൊടി പൊടി പാത്രത്തിൽ ഇട്ടാ പോരെ ചേട്ടാ. എന്തിനാ പാത്രം? നിലത്തുനിന്ന് ഇനി ആര് വാരുന്നു? നിലത്തുനിന്ന് ഒരു പാത്രത്തിലേക്ക് ആക്കണം. ആദ്യം പാത്രത്തിലിട്ടിട്ട് ചീറി നീറ്റാനല്ലേ. ഇപ്പൊ നീറ്റാൻ പോകണതേ, വെള്ളം ഒഴിക്കുന്നു. ഇതിലേക്ക് വെള്ളം ആകണു. ഇതിന് പൊടിയണല്ലോ, അല്ലാണ്ട് ഇതിനുവേണ്ടി വെള്ളമാക്കാം. കുറച്ച് കഴിയുമ്പോഴേക്കും ഇത് പൊടിഞ്ഞ് വരും. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഒരു പാത്രത്തിലേക്ക് എടുത്ത് വയ്ക്കും. പിന്നെ ബാക്കിയുള്ളത് ഇവിടേക്ക് വന്നിടും. ഇനിയിപ്പോൾ ആരെ അല്ല ഞാൻ കണ്ടിട്ട് നമുക്ക് ഇങ്ങോട്ട് വരാമല്ലേ. അവരെ ഓണം എന്തായി വാ. അവിടെ നിന്ന് നോക്കിയപ്പോൾ ഞാൻ അവിടെ അല്ല ചേട്ടൻ ഇരിക്കുന്നത് കണ്ടല്ലോ. ദൈവമേ, എൻ്റെ തോന്നലായിരുന്നോ? ഇല്ലാത്തതിനെ കാണുന്നത് ഇല്യൂഷൻ. ഹലോസിൻ അറിയില്ലേ? ഇവിടെ ഒരു പെണ്ണ് നിൽക്കുന്നത് സാറ് കാണുന്നുണ്ടോ? പക്ഷെ അങ്ങനെ ഒരു പെണ്ണില്ലേ. പറയണ പോലെ ഇല്ലാത്തതിന് ഉണ്ടെന്ന് തോന്നുക. ഇല്യൂഷൻ വന്നു എനിക്ക്. ദേവി, ഞാൻ ഇവിടെ ഇരിക്കുന്നത്. ഓ, ആളിവിടെ ഉണ്ട്. കോഴികളെ നോക്കിയല്ലേ ഞണ്ട കോഴികളെ. അല്ല സോറി, താറാക്കള്. വന്നിട്ട് കുറേ നാളായി. അനിലേട്ടൻ എവിടെയും ചോദിച്ചിട്ട് എല്ലാവരും ദേ ഇവിടെ. പണി ഉണ്ടായിരുന്നില്ലേ? ഓണായിട്ട് എത്ര ദിവസം മുടക്കണ്ടായിരുന്നു? ഇന്നലെ ഇന്ന് മാത്രം. കണ്ടാ, ഞങ്ങൾ കരുതി കൂട്ടി കാണിക്കാത്തതല്ല. ആളിവിടെ ഇല്ലേ? ആളുണ്ടെങ്കിലല്ലേ കാണിക്കുക. പാതിരാത്രിക്ക് വരും, പുലർച്ചയ്ക്ക് പോവും അല്ലേ? പക്ഷെ സാധാരണ അങ്ങനെ നല്ല പണി ഉണ്ടാവുമ്പോ അല്ലേ ചേട്ടൻ നന്നായി ക്ഷീണിക്കാറുണ്ട്. 3 ദിവസമായിട്ട് നല്ല വെറുതെ ഇരിക്കില്ല. 3 ദിവസത്തീ കാണണേ. 3 ദിവസമായിട്ട് അത് 2 ദിവസം കിട്ടിയാൽ മതി. നമ്മള് ഒരു പണി എടുത്തില്ലെങ്കിൽ ആഴ്ച കണക്ക് മാറും. അതാണല്ലേ ചേട്ടാ പണിക്ക് പോയിക്കൊണ്ടേയിരിക്കുന്നത്. പറമ്പൊക്കെ കണ്ടില്ലേ, ഒരു സാധനം ഇല്ലാണ്ട് നിക്കണത്. പറമ്പൊക്കെ കാട് പിടിച്ചൂലേ? അവിടേക്ക് കാണിച്ചിട്ടൊന്നുമില്ല. അവിടെ തുളസി മാത്രമല്ലോ തോന്നുന്നു. വേറെ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ അവിടെ. ഞങ്ങള് പറമ്പിലേക്ക് ശേഷം നമുക്കൊരു ഡക്ക് റോസ്റ്റ് ഉണ്ടാക്കണ്ടേ? പണിയില്ലാത്ത ദിവസം പറഞ്ഞാൽ മതി. ചേച്ചി ഇങ്ങോട്ട് വന്നേ. ചേച്ചിയുടെ പല്ല് കമ്പ് കെട്ടി ഇതൊക്കെ എടുത്തു, മൂക്ക് കുത്തി. വരില്ലാന്ന് മേക്കപ്പ് ചെയ്തിട്ടില്ലാന്ന് ചേച്ചി. അത് കാരണം വരില്ലാന്ന്. ചേച്ചിന് ഇനി നിങ്ങൾ കണ്ടാ ഞെട്ടും. മൂക്കൊക്കെ കുത്തി, റിങ് മൂക്കുത്തിക്ക് ഇട്ടു, പല്ലിന്റെ കമ്പിയൊക്കെ എടുത്തു. ആളാകെ മാറി. വരാം, അതന്നെ കാണിക്കാം. ചേച്ചി ഇപ്പൊ നൈറ്റ് ഇട്ടിട്ടാ നിക്കണേ. അപ്പൊ ചേച്ചി വരില്ലാന്ന്. അപ്പൊ ചലോ കൂർക്കാടൽ. അതെ, ഇതാണ് നമ്മുടെ പൂവങ്കോലാട്ടാ. അതല്ല എൻ്റെ കൃഷിയാണ്. പക്ഷേ ഇവിടെ വേറെ ടൂർ പോയേക്കാട്ടാ പറഞ്ഞില്ലേ? ചെറിയേട്ടനും ചേച്ചിയും ഗുജറാത്തിലേക്ക് പോയേക്കാ. 8 ദിവസം കഴിഞ്ഞിട്ട് ഇനി വരല്ലോ. വേറൊരു കായകലിട്ടാ. ഇത് തിരുവനന്തപുരത്ത് വശത്ത് കൂടുതൽ കാണാം. കണ്ടാ ഈ ചെങ്കതളി ചുവപ്പ് കായ കണ്ടാ. ഇത് വലിയ പോലെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇത്തവണ അത്ര വലിയ പോലെയല്ല. ഇതിന് കുറച്ച് കന്നുകൾ അവിടെ ഇവിടേക്ക് ഉണ്ട്. ഇതിന് 2 കന്ന് നമുക്ക് അവിടെ നിന്ന് കുഴിച്ചിട്ട് വേണം. ഇതിന് ഭയങ്കര ടേസ്റ്റായിട്ട് പഴം. ഞാൻ പണ്ട് ഈ തിരുവനന്തപുരത്തേക്ക് ടൂർ പോകുമ്പോൾ തിരുവനന്തപുരം വശത്തൊക്കെ കണ്ടമാനി കൊലകൾ കടകളിൽ ഞാൻ എടുക്കണതാണ് തരുത. ഇതാണ് നമ്മുടെ കാവത്ത്. ആകാശം മുട്ട ഈ മാവ് മുഴുവൻ പടർന്ന് പിടിച്ചു കിട്ടാ കാവത്ത്. ഇതിന്റെ കടയ്ക്ക് എങ്ങനെയുണ്ടാവുമെന്ന് എനിക്കറിയില്ല. അത്രയും വലിയ കാവത്തിന്റെ ഇതെല്ലാം കുഴിച്ചിട്ടാണ് അല്ലേ? വലിയ കാവത്തിന് കുഴിച്ചിട്ടാണ്. അതുപോലെ അന്ന് ഞാൻ പറഞ്ഞല്ലേ ഇത് ഇവിടെ വെച്ചുണ്ടാവും, ചേട്ടൻ ഉണ്ടാവും പറഞ്ഞിട്ട് നോക്കിയത് നിക്കണ്. അല്ല, ശോചനീയമായ എന്ത് തോന്നുന്നു? ഈ ശോചന നോക്കിയതൊക്കെ വെട്ടി നോക്കിയേ. കണ്ടിട്ട് ഒന്നും തോന്നുന്നില്ല. ആർക്കും തോന്നില്ല. അത് അല്ല, ഇത് ആര വെട്ടിയേ? ആരായിരിക്കും? ചേട്ടൻ തന്നെ. ഈ കഥയ്ക്ക് ഉത്തരം
ഇക്കഥയ്ക്ക് ഉത്തരം തേടാൻ കണ്ടവൻ ആലോചിക്കുന്നു വേണ്ട. എന്ത് കിട്ടിയേ ചേട്ടൻ തന്നെ അല്ലാണ്ട് ആരെ കൂടെ ഒന്ന് വിട്ടണേ? എന്തിനു കിട്ടിയേ എനിക്കറിയില്ലേ. എന്തിനു കിട്ടിയേ ഉത്തരം നീ പറഞ്ഞു. ഇത് മാറ്റി പിടിച്ചിടാനോ ഇനി ഇവിടുന്ന്? അതായത് ഇവിടെ എന്താണ് പൂവിടുന്ന കറക്റ്റായിട്ട് പൂവിടുന്നില്ല. അപ്പൊ ഞാൻ അവിടെ കൊണ്ടുപോയി. നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ പറയേ. തെളിവുണ്ട്. ഇവരൊക്കെ എല്ലാവരും കേട്ടിട്ടുണ്ട് ഇവിടെ വെച്ച് കഴിഞ്ഞത് ഉണ്ടാവില്ല. നീ മാവിന്റെ കടക്കെ വെച്ച് കഴിഞ്ഞാ ചെറിയ ചെറിയ പൂട്ടു. പക്ഷെ വലിപ്പല്ല പൂവിട്ടു. പൂവിട്ടു അതൊക്കെ കരിഞ്ഞു പോയി. കൊറേ ദിവസം പൂവിട്ടു. അതേ പൂവിട്ടിട്ടൊന്നുമില്ല. എന്നിട്ട് കണ്ട അതൊക്കെ വെട്ടി. ഞാൻ കരുതുന്നത് ഇങ്ങനെ കിടക്കണേന്ന്. ഇത് വന്ന് വെട്ടിയേ? അത് വേറെ ഞാൻ നട്ടൂടെ. നടല് കഴിഞ്ഞാ പിന്നെ നാട്ടെടുത്ത് നോക്കി. ഇവിടെ കണ്ട നമ്മുടെ മെക്സിക്കൻ മല്ലി അഥവാ ആഫ്രിക്കൻ മല്ലി എന്ന് നമ്മൾ പറയണ സാധനം കണ്ട നിറച്ച്. ഇവിടെ ഒരു വലിയ കടയുണ്ട് അതിൻ്റെ. അതേ ഇവിടെയൊക്കെ കാട് പോയപ്പോൾ അതൊക്കെ കാണണേ. ഈ മിളക് നോക്കി ചേട്ടാ, മിളക് പൊട്ടിക്കാണ്ടൊക്കെ പോയി. കണ്ടാ വലിയ കട കണ്ട മെക്സിക്കൻ മല്ലിയുടെ. നോക്കിയേ ചുണ്ടങ്ങ നോക്കി. ഇഷ്ടം പോലെ ചുണ്ടങ്ങ. ഇഷ്ടം പോലെ ചുണ്ടങ്ങ. അതിൻ്റെ ഇഷ്ടം പോലെ ചുണ്ടങ്ങ ഇതൊക്കെ ഉണ്ട്. പിന്നെ തക്കാളി കിക്കാളി ഇഞ്ചി ഒക്കെ നമ്മൾ നട്ടിട്ടുണ്ട്. അതൊന്നും നോക്കണ്ട. വാ ഞാനേ അവിടെ നട്ടിട്ടുണ്ട് മറ്റേ ഈ കോവക്കായ. വാ അവിടെ ഒരു വീട് കാണുന്നുണ്ട്. നോക്കിയാൽ പുതിയൊരു ടെറസ് വീട് കാണുന്നുണ്ട്. നോക്കിയാൽ എൻ്റെ കൈൻ്റെ നേരെ കാണുന്നുണ്ട് ആ വീട്. പുതിയത് വീട് പണി കഴിഞ്ഞല്ലോ. അവർ അബുദാബിയിലുള്ളതാണ്. അവർ നമ്മുടെ സബ്സ്ക്രൈബേഴ്സാണ്. നമ്മുടെ വീട് കണ്ടിട്ടാണ് അവർ പുതിയ വീട് ഇവിടെ പണി തീരുമാനിച്ചത്. അത് പുതിയ അവർ സ്ഥലം വാങ്ങിച്ചതാ. പഴയ വീട് ഒരുവിധം പണിയില്ല. ഈ ഒരു ഫ്രെയിം വർക്ക് പോലെ കിടക്കുന്ന ഒരു വീടായിരുന്നു. അത് അവരിന്നിട്ട് മനോഹരമാക്കി. എൻ്റെ ദൈവമേ സരിത മഴക്കാരൊന്നും അത് പൊടിയുന്നുണ്ട്. നോക്കിയേ കുമ്മായം പൊടിഞ്ഞു വീണു. പുക പോണു. ഈ സരിത കൂർക്ക തലന്ന് വിളിക്കുക. ഞാൻ തടം കോര. എല്ലാവരും ഈ കുമ്മായം ഇങ്ങനെ പൊടിഞ്ഞത് ഇട്ട് മണ്ണിലിട്ട് വെച്ച് ഒരു മാസം അല്ല ഒരാഴ്ചയെങ്കിലും കഴിയുമ്പോഴാണ് അവിടെ വല്ലതും നടുക അല്ലേ? ഇതിപ്പോ എപ്പ ഇടാനാ? എവിടെ ഇടാനാ? കൂർക്ക നടാൻ പോണോടത്ത് ഇടാനാണോ ഇപ്പൊ ഈ കുമ്മായം? കൂർക്കലക്കാനുള്ളത് ചോദിച്ചത് കേട്ടാ? കേട്ടു. നീ പറയുന്നതൊക്കെ ഞാൻ കേൾക്കുന്നിരിക്കുന്നത്. മറുപടി പറയാത്ത? മറുപടി എല്ലാത്തിനും പറയുന്നത് ആവശ്യത്തിന് മറുപടി പറഞ്ഞ പോരെ. അല്ലാന്ന് ഇപ്പൊ ഈ കുമ്മായം ഇവിടെ ഇടാൻ പോവാ? കുമ്മായം കിടന്നുകൊണ്ട് ഒരു കുഴപ്പമില്ല. കുമ്മായം കിടന്നിട്ട് ഇപ്പൊ ഒരാഴ്ച കഴിഞ്ഞിട്ട് ചെയ്യണം എന്നൊക്കെ എനിക്കറിയാം. എന്നിട്ട് പിന്നെന്താ അങ്ങനെ ചെയ്യാത്ത ചേട്ടൻ? ഇവിടെ കുമ്മായം പഠിക്കില്ലേ? അല്ല അത് ചില കൃഷിക്ക് ചെയ്യും. ആ റോഡ് പണി നടന്നപ്പോഴേ കല്ലും മണ്ണും കട്ടയൊക്കെ ചിലത്. ഞാൻ ഒന്നും പറയില്ല. എൻ്റെ ദൈവമേ, ആരോട് പറയാൻ? ഞാൻ എൻ്റെ എനർജി കളഞ്ഞിട്ടൊരു കാര്യമില്ല. എന്തിനാ എനർജി കളയുന്നത്? അതിനെ പറഞ്ഞ കളയില്ലേ? അല്ല ഞാനിപ്പോൾ അതിനെ പറ്റിയിട്ട് ഒന്നും പറഞ്ഞില്ല. ഇവിടെ ഞാൻ പറയുന്നത് എന്തിനാന്ന് വെച്ചില്ലേ, ഇപ്പൊ ഇവിടെ കുമ്മായത്തിന് കുറവൊന്നുമില്ല. ഇവിടെ നല്ല പോലെ ആദ്യം കറക്റ്റ് ആക്കണ്ട. എന്നാലാണ് ശരിക്ക് ചെടികൾക്ക് വേര് പിടിച്ച് വളരാനും വിത്തുകൾക്ക് മുളയ്ക്കാനും എല്ലാത്തിനും മണ്ണൊരുക്കുക എന്നാണ് അതിനെ പറയാ. ഓണക്കാലത്ത് പണികളൊന്നും ചെയ്യാണ്ട് നമ്മൾ സാധാരണഗതിയിൽ എല്ലാവരും തിന്നും കുടിച്ചും ലാവിഷായിട്ട് ഇങ്ങനെ ഓരോ കലാപരിപാടികളൊക്കെ കണ്ട് നടക്കുന്ന പരിപാടിയാണ് പണ്ട് മുതലൊക്കെ നമ്മൾ കണ്ടു വന്നു തുടങ്ങുന്നത്. അപ്പോൾ ഓണക്കാലത്തൊന്നും പണിയില്ല. ആരും ഭയങ്കരമായിട്ട് ഒരു പണികളും ചെയ്യില്ല. അപ്പോൾ ഞങ്ങൾക്ക് പണ്ട് സ്വർണ്ണപ്പണി ഉണ്ടായിരുന്നു. സ്വർണ്ണപ്പണി ഉണ്ടായിരുന്ന ടൈമിലേ രാത്രി പണികളുണ്ടാവും. രാത്രി പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്വർണ്ണപ്പണിയുടെ രാത്രി പണി എന്ന് പറഞ്ഞാൽ ഒരു അപാര പണിയാണ്. ഉറങ്ങാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു നമുക്ക്. അപ്പോൾ അതൊരു ദിവസമല്ല, തിരുവോണത്തിൻ്റെ അന്ന് വരെ ഇരുന്ന് പണിതു. കാരണം പണിക്കാരും ഉണ്ടാവില്ല. അവരൊക്കെ ടൂറ് പോയി അവർക്ക് 10 ദിവസം കഴിഞ്ഞിട്ടേ പിന്നെ അവർ വരില്ലോ. ഈ ഉത്തരാടത്തിൻ്റെ അന്ന് അവർ പോയി കഴിഞ്ഞാൽ 10 ദിവസം കഴിഞ്ഞിട്ടേ വരില്ലോ. ആ സമയത്ത് ഞങ്ങൾ ചേട്ടനിയന്മാർ എല്ലാവരും നമ്മൾ സ്വർണ്ണപ്പണിയിലുണ്ടായിരുന്നല്ലോ. നമ്മളെല്ലാവരും ഇരുന്നിട്ട് ഈ ഓണത്തിൻ്റെ ടൈമിൽ ഇരുന്ന് പണി തന്നെ.
ഒരാഴ്ച ഒരു സ്ഥലത്തെയും പോയി ഒരു കൊല്ലത്തെ കാര്യമാണ് പറയണതിട്ടാ. ഏത് കൊല്ലം എനിക്ക് ഓർമ്മയില്ല, 1998-97 ഞാൻ തോന്നുന്നുണ്ട്. അങ്ങനത്തെ ഒരു കൊല്ലം. ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വതന്ത്രനായി നമ്മുടെ ഇഷ്ടത്തിന്. സാറില്ല, അന്ന് കഷ്ടപ്പെട്ടാൽ അതിൻ്റെ ഗുണം ഉണ്ടായത് ഇപ്പോഴാന്ന് മാത്രം. നമ്മൾ ഒരു സമയത്ത് കുറേ ബുദ്ധിമുട്ടുമ്പോൾ അതിൻ്റെ ഫലം നമ്മൾ അപ്പം തന്നെ കിട്ടണം എന്നില്ല എന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ നിന്നുള്ള ഏറ്റവും വലിയൊരു ഉദാഹരണമാണ്. പിന്നെ എപ്പോഴെങ്കിലും ആയിരിക്കും നമ്മൾ സിൻസിയറായിട്ട് ആത്മാർത്ഥമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം, അതിൻ്റെ ഗുണം നമ്മൾ എപ്പോഴെങ്കിലും നമുക്കതിൻ്റെ ഗുണം കിട്ടും. കാര്യങ്ങൾ അങ്ങനെയാണ്. നമ്മൾ വിചാരിക്കും ഇപ്പം നടപ്പിലാവും. അത് ഇത് വല്ലാണ്ട് അകലക്കാണ്ട് പോകണ്ടല്ലോ വെറുതെ. ഇവിടെ ചിലപ്പോൾ അവർ ഈ സൈഡ് കോൺക്രീറ്റ് ചെയ്യുമ്പോൾ ഇങ്ങോട്ട് ഇറങ്ങൂല അവർ പണം തിട്ടേ. ഇവിടെ സൈഡിൽ അല്ല, ഞാൻ ഇവിടെ തടങ്ങ് വരുന്നത്, ഇതിന് തൊട്ടടുത്ത് തടങ്ങ് വരുന്നത്. ഇന്ന് യുഎസ് പരിപാടി കൊട്ടൊക്കെ കേൾക്കണ്. പല സ്ഥലങ്ങളിൽ ഇപ്പോൾ കലാപരിപാടി ഉണ്ട്. ഇപ്പോൾ വെയിലാണ്. ഇന്ന് തൃശ്ശൂർ വല്ലതുണ്ടാ? പോവായിരുന്നു. ഇന്ന് നമ്മുടെ അധോലോകം വല്ലവരും വരുന്നുണ്ടോ തൃശ്ശൂർക്ക്? അറിയില്ല, ചോദിച്ചോക്കാം. നമുക്ക് പോവാൻ വേണമെങ്കിൽ തൃശ്ശൂർക്ക്. നല്ല തെളിഞ്ഞ കാലാവസ്ഥ. ഇന്ന് തെളിഞ്ഞ കാലാവസ്ഥയാണ്. ഇന്നലെ ഭയങ്കര മഴയും ഒരു ചീഞ്ഞ കാലാവസ്ഥയായിരുന്നു കേട്ടോ. ഇന്നിപ്പോൾ അടിപൊളി സ്ഥലമല്ല അടിപൊളി കാലാവസ്ഥ. കുമ്മാട്ടി ഇതൊക്കെ ഉണ്ടാവും. നിങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തായിട്ട് പോലും മഴ എന്ന് പറഞ്ഞ കാരണം പറഞ്ഞിട്ട് നിങ്ങൾ വന്നില്ലല്ലോ, കഷ്ടം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാൾ കമൻറ്റ് ഇട്ടിട്ടുണ്ടല്ലോ. ആര്? ഒരു പേര് ഞാൻ മറന്നുപോയി. സുജിത്ത് രാഘവനാ? പുലികളി 4 ഓണത്തിനല്ലേ? നാളെ 4 ഓണം. നാളെ 3 ഓണം, ഇന്ന് 2 ഓണം. 1 ഓണം, 2 ഓണം, കിടന്നോണം, പൊക്കോണം. റോഡ് പണി കാരണേ നമുക്ക് ഇവിടേക്ക് അവർ പുല്ല് വലിച്ച് അടിപൊളിയാക്കി തന്നു. ഒരു പുല്ലിൽ നല്ല നീറ്റായിട്ട് നമ്മുടെ പറമ്പ് എടുക്കുന്നത്. അപ്പോൾ റോഡ് പണി കാരണം നമുക്ക് ഇവിടേക്ക് വരാനായിട്ട് പറ്റും. അതിലത്തെ മുറിക്കണ്ട, ഇതിലത്തെയാണ് കനം കൂടിയത്. അതിലത്തെ ചെറിയേട്ടനെ കൊണ്ടുപോയിട്ട് ഊച്ചാലി തലകളുള്ളതല്ലേ. നല്ല മൂത്ത ഇതുകളുണ്ട്. അതിലത്തെ അല്ല, ഇതിലത്തെ നല്ല ഇതിലാണ് അടിപൊളിയുള്ളത്. ഞാൻ പറഞ്ഞില്ലേ ഇതിലത്തെ മതിയെന്ന്. പിന്നെ ഇന്നാണ് ഇപ്പോൾ സമയം കിട്ടിയത്. റോഡ് പണി കാരണം കൊണ്ട് വരാൻ പറ്റിയില്ല എന്ന് പറയരുത് കേട്ടോ ചേട്ടാ. റോഡ് പണിക്കാർ എത്തുമ്പോൾ 10 മണിയാവും. രാവിലെ 10 മണി വരെ സമയമുണ്ട്. 10 മണി വരെ സമയം എന്ന് പറഞ്ഞാൽ എനിക്കിത് മാത്രമുള്ള പണി. ഇതൊക്കെ കനം കുറഞ്ഞതാ. കനം കൂടിയിട്ടുണ്ടാവും നോക്കിയിട്ട് കൂടിയത് വളരെ ഇത് വേണ്ട, ഇത് കേട്ടാ ചിലത് കിട്ടും. അതവിടെ നോക്കി എടുത്താൽ കിട്ടും. പൊടിഞ്ഞു തുടങ്ങിയില്ലേ? ഇപ്പോൾ പൊടിഞ്ഞു തുടങ്ങി. ഭയങ്കര ചൂടായിട്ടാ. ചൂട്ടോടുന്നില്ല, ഇത് കൊത്തി കളച്ചത് ഇതാവും. അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്ത് ഇട്ടിട്ട് ഇവിടെ വെക്കി പറ്റേ. നീ പേടിക്കണ്ട, ഇതിന് അങ്ങനത്തെ പ്രശ്നമൊന്നും വലിയ കോർക്ക വേര് പിടിക്കുന്നതിന് നാളെ ഇത്ര പിടിക്കുന്നറിയും. കൊത്തി കളച്ചിട്ട് ഇത് ചെയ്യാനറിയാവുന്ന ആളുകൾക്ക് ഇത് കാണുമ്പോൾ ചെയ്യാനറിയാന്ന്. ഞാൻ കൂർക്കാൻ നട്ടിട്ട് കഴിഞ്ഞ പോലെ അടിപൊളി കൂർക്കിണ്ടായില്ലേ? പിന്നെ പറയേണ്ടത് ഏത്? അത് ചില സ്ഥലത്ത് പോക്കും ഇതിന് കുറവുണ്ടാവും, അത് ഇതാക്കാണ്. ഞാൻ അടിപൊളിയായിട്ട് തടങ്ങൂരും ഇവിടെ, മനസ്സിലായില്ലേ? സരിത കൈക്കോട്ട് കളിക്കുമ്പോഴേ
നമ്മുടെ കയ്യിലത്തെ തുപ്പലം കൊണ്ട് നമ്മൾ ഈ കൈക്കോട്ടിനൊരു ഇത് കൈ സ്ലിപ്പായി പോവും പിടുത്തം. ആ പിടുത്തം ഒന്ന് കിട്ടണ്ടേ? നമ്മൾ നോട്ട് ആളുകൾ എണ്ണുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ കൈ നനച്ച് ചീണതില്ല. അതേ സിസ്റ്റം തന്നെയാണ് ഇതിന്. ഇവിടെ നമുക്ക് വെള്ളം ഉണ്ടായി ചിലരിങ്ങനെ നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ വയർപ്പൊക്കെ തുടയ്ക്കും. വയർപ്പൊക്കെ തുടച്ചിട്ട് ഇങ്ങനെ ആക്കിയിട്ട് നമ്മൾ പിടുത്തം കിട്ടും. അപ്പോൾ ഇങ്ങനെ ശരിക്കും നമുക്ക് കളയ്ക്കാൻ പറ്റും. പണ്ടുള്ള ആളുകൾ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കയ്യിലേക്ക് തന്നെ തുപ്പും, ചെറുതായിട്ട് തുപ്പും, നനയ്ക്കും, എന്നിട്ട് ഇങ്ങനെ ആക്കിയിട്ട് കൈക്കോട്ടും പിടിച്ചാക്കും. അപ്പോൾ ചെറുപ്പകാലത്ത് നമ്മളിത് കാണുമ്പോൾ വിചാരിക്കും നമ്മൾ അയ്യേ കുഞ്ഞിതായിരിക്കും പോട്ടാ. നമ്മൾ പിന്നെ കൈക്കോട്ട് കളയ്ക്കാൻ പഠിച്ചു തുടങ്ങിയപ്പോൾ പിന്നെ അത് ഒരു സ്വാഭാവികമായ ഒരു പ്രവൃത്തിയായിട്ട് മാറി. നമ്മളറിയാണ്ട് ചെയ്യുന്നൊരു പ്രവൃത്തിയായി. അത് അറപ്പ് തോന്നിക്കിட்ட കാര്യമില്ലെന്ന് ജഗ്ഗുവാ അല്ല ജഗ്ഗുവിനിപ്പോൾ ഒന്നുമില്ല. ജഗ്ഗു കുറേ വർഷങ്ങളായിട്ട് ഇത് കാണുന്നതിന്. എന്താ സരിതര അഭിപ്രായം ഇക്കാര്യത്തിൽ? എന്തെങ്കിലുമൊക്കെ പറയേ. പറഞ്ഞടി, എന്തെങ്കിലുമൊക്കെ അഭിപ്രായം പറഞ്ഞോ? എന്തേലൊക്കെ പറഞ്ഞാൽ മതിയാ. ഭാരത് മാതാ കി ജയ്. ഇന്നത്തെ ഇപ്പോഴത്തെ ടി വിയിൽ മുഴുവൻ എഴുതി കാണിക്കുന്നത് സുഖം. മുറ്റത്തെ ചെപ്പിനടപ്പില്ലെന്ന്. ഇപ്പോഴത്തെ ടി വിയിൽ മുഴുവൻ എഴുതി കാണിക്കുന്നത് സുകുമാരക്കുറുപ്പിനെ ബ്രൂണയിൽ കണ്ടെത്തി എന്നൊക്കെയാണ് പറയുന്നത്. സുകുമാരക്കുറുപ്പല്ലേ? പിടികിട്ടാ പുള്ളി. ബ്രൂണയിൽ ആള് മുങ്ങില്ലല്ലോ അവിടെ നിന്ന് ഇങ്ങനെ വാർത്ത വന്നു കഴിഞ്ഞാൽ. അല്ല, ആള് നിരീക്ഷണത്തിലാന്ന് തോന്നുന്നുണ്ട് കുറച്ച് നാളായിട്ട്. ബ്രൂണയിൽ ഇപ്പോഴൊക്കെ സിനിമയ്ക്ക് ആളുകൾ പോകണതാണ്. ഈ മറ്റേ ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ സിനിമയ്ക്ക് പോണതേ. പണ്ട് പെണ്ണുങ്ങൾക്ക് സിനിമയ്ക്ക് പോകാൻ ഒറ്റയ്ക്ക് പോകാൻ പേടിയാ. സിനിമയ്ക്ക് പോകാൻ മാത്രല്ലല്ലോ, ഇങ്ങോട്ട് പോകാനും പേടിയല്ലോ ഒറ്റയ്ക്ക്. അതായത് ഒരു പെണ്ണൊറ്റയ്ക്ക് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പുറത്തു പോയിട്ട് ആ പെണ്ണിന് എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ അല്ലെങ്കിൽ ആക്രമിക്കപ്പെട്ടാൽ അത് ചെയ്തവന്മാരെയല്ലോ പറയാ ഇവളെന്തിനാ ഒറ്റയ്ക്ക് പോയേ, ഇവൾക്ക് ആ നേരത്ത് പുറത്തേക്ക് പോകേണ്ട ആവശ്യം എന്താ, അവൾക്ക് കുടുംബത്തെ അടങ്ങി ഒതുങ്ങി ഇരുന്നാൽ മതിയായിരുന്നില്ലേ എന്നല്ല പറയാ. അതായത് ഈ പെണ്ണിനെ ഉപദ്രവിച്ച അവര് സേഫാ സൊസൈറ്റി സമൂഹത്തിന്റെ കണ്ണില്. അവര് പ്രശ്നക്കാരല്ല. അതായത് അപ്പൊ ഇത് കേട്ട് വളരണ ആൺപിള്ളേരും തൊട്ട് ചിന്തിക്കുക, ഒറ്റയ്ക്ക് ഒരു പെണ്ണ് പോണ് കണ്ട അതിനെ പീഡിപ്പിക്കാം, കുഴപ്പമില്ല. അത് ഒറ്റയ്ക്ക് പോയിട്ടല്ലേ പീഡിപ്പിക്കണവർക്കല്ല പ്രശ്നം അല്ലേ? എന്ത് വികലമായ കാഴ്ചപ്പാടല്ലേ? എന്താ ചേട്ടൻ്റെ അഭിപ്രായം? എന്തേലൊക്കെ പറയ്. ഭാരത് മാതാ കി ജയ് എന്ന് പറയരുത് കേട്ടാ, വേറെ വല്ലതും പറഞ്ഞു. എനിക്ക് ഓർമ്മയില്ല, സിനിമയ്ക്ക് പോകുമ്പോഴേ പണ്ടേ ഓണക്കാലത്ത് ഓണത്തിൻ്റെ ടൈമിലാണ്, അത് 1979 മറ്റേ പ്രേമാഭിഷേകം എന്ന് പറഞ്ഞ സിനിമ നമ്മുടെ ഇവിടെ വന്നു. നമ്മുടെ ഈ അഞ്ചേരി പല്ലവി എന്ന് പറഞ്ഞിട്ടുള്ള പോലെ തിയേറ്ററിൽ വന്നു പ്രേമാഭിഷേകം. അപ്പോൾ അത് യുവാക്കളുടെയും യുവതികളുടെയും ഹരമായ സിനിമയായിരുന്നില്ല പ്രേമാഭിഷേകം, കമലഹാസൻ്റെ. അത് അത്രയും അങ്ങോട്ട് എടുത്ത് വെച്ചാൽ അവിടെ എനിക്ക് കളയ്ക്കാണ്ട്. അപ്പോൾ ഇവിടെ ഇവിടെ കൊട്ട നെയ്ത്തുണ്ട്. കൊട്ട നെയ്ത്ത് എന്ന് പറയും. കൊട്ട നെയ്ത്ത് പ്ലാസ്റ്റിക് കൊണ്ട് കൊട്ട നെയ്ത്ത്, കസാര നെയ്ത്ത് കണ്ടിട്ടുണ്ടാവും, മനസ്സിലായി? ടീപ്പോയൊക്കെ നെയ്ത് പണ്ടത്തെ. അപ്പോൾ കൊട്ട നെയ്ത്തിൻ്റെ കേന്ദ്രമുണ്ട്. അപ്പോൾ അവിടേക്കാണ് പണിക്ക് പോകുന്നത് ഇവിടുത്തെ ഒരു ചേച്ചി, ചന്ദ്ര ചേച്ചി, ഇവരൊക്കെ. അപ്പോൾ അവരെ കൂട്ടുകാരികളുണ്ട് കുറേ. ഈ ചെറുപ്പക്കാരി പെണ്ണുങ്ങളാണ് ഈ കൊട്ട നെയ്ത്ത് ചെയ്തു തുടങ്ങുന്നത്. കുറേ പേര് ബീഡി തെറുപ്പ്, അങ്ങനെ പല പല കൈത്തൊഴിൽ മേഖല. അവിടെ ഈ കെസ്സിൽ ടൈലറിങ്ങിൻ്റെ ഷോപ്പ് ഇതുണ്ട്, അങ്ങനെ ഇതുകൾ. അപ്പോൾ ഈ പ്രേമാഭിഷേകം ഈ കേരളം മുഴുവൻ തരംഗമായി. തരംഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കാണുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കണ്ടില്ലെങ്കിൽ
ജീവിതം തന്നെ പോയ പോലെയാണ് അന്നത്തെ ഒരു ഇത്. അപ്പോൾ ഞാനൊക്കെ ചെറുതാണ്. അപ്പോൾ ഇവർക്ക് സിനിമയ്ക്ക് ഇത് കാണണം. അതായത് ചന്ദ്രചേച്ചിക്ക്, പിന്നെ ചന്ദ്രചേച്ചിയുടെ കൂട്ടുകാരികളുണ്ട്, 2 കൂട്ടുകാരികൾ, അവർക്കും കാണണം. ഇത് കാണാനായിട്ട് ഇവരെ കൂടെ പോകാനായിട്ട് ആരുമില്ല, ആണുങ്ങളില്ല. മനസ്സിലായ? പകല് മാറ്റിനിക്ക് 3 മണിക്കുള്ള മാറ്റിനി സിനിമ കാണാനായിട്ട് ഇവിടുന്ന് അഞ്ചേരി പല്ലുവിലേക്ക് കുറേ ദൂരമുണ്ട്. ഇവിടുന്ന് 3 കിലോമീറ്ററോളം ഉണ്ട് ദൂരം. ധന്യരെ കടയ്ക്ക് കമ്മിയൊക്കെ കഴിഞ്ഞിട്ട് അഞ്ചേരി പല്ലുവി സിനിമ തിയേറ്റർ. അപ്പോൾ അന്ന് അവരെ ഈ ആളുടെ ചേട്ടൻ വലിയേട്ടനൊക്കെ, നമ്മുടെ വലിയേട്ടനല്ല, അവിടുത്തെ ഈ ചന്ദ്രചേച്ചിയുടെ ചേട്ടന്മാർ എന്നെയും സജീവിനെയും കൂട്ടിന് വിട്ടു അവരൊപ്പം പോകാനായിട്ട്. ഞങ്ങൾ ചെറിയ കിടാങ്ങളാ, ഞങ്ങൾ ഒരു 8 വയസ്സ്. അപ്പോൾ പകല് 3 മണിക്ക് നീ പറഞ്ഞു വന്നപ്പോൾ പറഞ്ഞില്ല, ഇപ്പം രാത്രിയിലൊക്കെ സിനിമയ്ക്ക് പോയി വരുന്ന പെൺകുട്ടികളുടെ കാര്യം അല്ലെങ്കിൽ പുറത്തൊക്കെ പോയി വരുന്ന കാര്യം. പകല് 3 മണിക്ക് വണ്ടികളില്ല. അന്ന് കാലത്ത് നോക്കിയാൽ വണ്ടികളിൽ കാളവണ്ടി മാത്രമുള്ള, സൈക്കിളുകളുള്ള, ഒരു തട്ടി കൊണ്ടുപോകലിന് അല്ലെങ്കിൽ ഇതിനൊരു സാധ്യത പോലും ഇല്ലാത്ത തനി. അതായത് ഇവിടുന്ന് ഒരു 5 കിലോമീറ്റർ മറ്റേ അങ്ങനത്തെ ഒരു തട്ടി കൊണ്ടുപോലല്ല, നാട്ടുകാർ കണ്ടവരെന്നിട്ട് പറയാ. കണ്ടില്ല, പിന്നെ സിനിമയ്ക്ക് ഒറ്റയ്ക്ക് പോയി 2 പേര് കൂടി പെണ്ണുങ്ങൾ മാത്രം പോയി എന്ന് പറയും. എന്താ വേണ്ട അതിസാമർത്ഥ്യം, അങ്ങനെ പറഞ്ഞിട്ടാണ് ആൾക്കാർ പറയില്ലേ. എന്ത് പറയുന്നുള്ളതാണല്ലോ മെയിൻ ചിന്ത. ഞാൻ ടി വിയില് അത് കാരണം നിങ്ങൾക്ക് സിനിമ ചുളിയിൽ ഞങ്ങൾക്ക് പ്രേമവിഷയം സിനിമ കാണാൻ പറ്റി. എന്നിട്ട് അവിടെ നിന്ന് പിന്നെ വരുന്ന വരവ് എന്ന് പറഞ്ഞാൽ ഓടിപ്പടഞ്ഞിട്ടാണ് വരുന്നത്. ഇരുട്ടണതിന് മുമ്പ് ഇവിടേക്ക് എത്തണം. കാരണം 5:30 സിനിമ കഴിഞ്ഞ് ഞങ്ങൾ ഓടാണ് അവിടെ നിന്ന്. സിനിമ കഴിഞ്ഞിട്ട് വൈകുന്നേരം നേരം കറക്കാൻ പാടില്ല, അപ്പോഴേക്കും വീട്ടിൽ എത്തണം പെണ്ണുങ്ങള്. അങ്ങനത്തെ ഒരു കാലഘട്ടം. ഞാനിപ്പോൾ ഇത് പറയാൻ ഇപ്പം ഇങ്ങനത്തെ നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാവരും അറിയാം. ഇവിടുത്തെ കുറേ ഇതുണ്ട്. ഏഷ്യാനെറ്റില്ലാണ്ട് ഈ മിനിഞ്ഞാന്നത്തെ പരിപാടി ഇട്ടാ, മിനിഞ്ഞാന്നല്ല ഇന്നലെയാന്നുണ്ട്, ഉണ്ണി ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ടുള്ള ആളായിട്ടുള്ളൊരു അഭിമുഖമാണ് കേട്ടാ. അഭിമുഖം എന്ന് പറഞ്ഞാൽ അവതാരകനല്ലേ? അല്ല, ഈ ഇതില് നമ്മുടെ ആളുടെ ഇപ്പോൾ ഇത്തവണ ചാനലുകാരൊക്കെ എല്ലാവരും അവരവതാരകരെയാണ് കൂടുതൽ പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് സിനിമ നടന്മാരില്ല. അപ്പോൾ അവരുടെ കുടുംബജീവിതം, അവരുടെ ഓർമ്മകളൊക്കെയാണ് എല്ലാവരും ചെയ്തത്. അപ്പോൾ ഉണ്ണി ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ടുള്ള ആളറിയായിരിക്കും, വണ്ണം കുറഞ്ഞിട്ട്. ആളെ നാടിനെ കുറിച്ചിട്ട് ആലപ്പുഴയാണ് ആളെ നാട്. ആലപ്പുഴ നാട്ടിലത്തെ കാര്യങ്ങളാണ് പറയേണ്ടത്. അന്നത്തെ നാട്, ഇപ്പോഴൊന്നല്ല, 10-50 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള ആ നാട്. അതിനെക്കുറിച്ച് പറയുമ്പോൾ ശരിയാണ് കേട്ടോ, നമുക്ക് എല്ലാവർക്കും ഒരു ഓർമ്മ ഉള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അന്ന് കാലത്ത് ഇവിടുന്ന് ഒരു 5-6 കിലോമീറ്റർ അകലെയുള്ള ആളുകൾ പോലും നമ്മുടെ വീട്ടുകാരെ അറിയും. എല്ലാവരും പരസ്പരം അറിയും. ഇപ്പോൾ ഇപ്പോൾ ഞാൻ എന്നെ ഇപ്പോൾ ആൾ പറയുന്ന കേട്ടോ, ഉദാഹരണമായിട്ട് ഉണ്ണീനെ ഇപ്പോൾ വൈകുന്നേരം നേരം വരാനായിട്ട് വൈകി. അപ്പോൾ ഒരു 5-6 കിലോമീറ്റർ അകലെയുള്ള ഒരു സ്ഥലത്താണെന്ന് വിചാരിച്ചോട്ടെ. അപ്പോൾ ഉണ്ണീരെ അമ്മ ചോദിക്കുന്നു ഒരാളോട്, അതിൽ നടന്നു വരുന്ന ഒരാളോട് പറഞ്ഞു, നമ്മുടെ ഉണ്ണീനെ ഉണ്ടാവും, ഉണ്ണി ഇന്ന സ്ഥലത്തേക്ക് പോയേക്കാന്ന് പറയുമ്പോഴേക്കും ഇയാൾ പിന്നെ തൊട്ടപ്പുറത്തെ ആളോട് പറഞ്ഞു, അയാൾ അതിൻ്റെ അപ്പുറത്താളോട് പറഞ്ഞു, അങ്ങനെ പറഞ്ഞ് ഒരു കുറച്ച് സമയമാകുമ്പോഴേക്കും ഈ ഉണ്ണി എന്ന് പറഞ്ഞ ആളെ ചെവിയിൽ അമ്മതേ അവിടെ കാത്ത് കിട്ടുന്നുള്ളത് അറിഞ്ഞു എന്ന്. മനസ്സിലായ? അങ്ങനത്തെ ഒരു ബന്ധങ്ങളുണ്ട്, ഇതുണ്ടായിരുന്നു. ഭയങ്കര ഇതേ. നമ്മളിപ്പോ കോളേജിൽ എങ്ങടെങ്കിലും പോയാലേ, തൃശ്ശൂർക്കൊക്കെ എന്തിനെങ്കിലും പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടില് നമ്മളെത്തുമ്പോഴത്തേക്ക് ആ ന്യൂസ് വീട്ടിലെത്തിണ്ടാവും. കേശേട്ടന്റെ മോള് അവിടെ നിൽക്കണുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട്. അതെങ്ങനെയാണാവല്ലേ? അതെത്തും. എനിക്കറിയാം, എനിക്ക് അവരെ അറിയില്ലെങ്കിലും അവരൊക്കെ അച്ഛനറിയണവരാണെന്ന് അറിയാം എനിക്ക്. തൃശ്ശൂര് അവിടെ എല്ലാവരും ഇതെല്ലാവരും. അല്ല ഇപ്പൊ അതൊക്കെ പോയിന്ന്. ഇപ്പൊ അന്നത്തെ സിനിമയ്ക്ക് പോയിട്ട് വന്നുള്ള ആ കാര്യമാണ്. ഞങ്ങൾ ഓടായിരുന്നു അവിടുന്ന്. അപ്പോൾ നമുക്കറിയില്ല ഇത് എന്തിനാ ഓടണമെന്ന്. സിനിമ കഴിഞ്ഞിട്ടേ, പ്രേമാഭിഷേകം കഴിഞ്ഞിട്ട് ആ സിനിമേനെ കുറിച്ചിട്ട് ആസ്വദിച്ച് ചിന്തിച്ച് വെറുതെ ഇവർ കൂട്ടുകാരികൾ തമ്മിൽ പരസ്പരം വർത്താനം പറയാനൊന്നും ഇവർക്ക് പറ്റില്ല. ഓടി ആ സമയം ഇപ്പോഴുള്ള പെൺകുട്ടികളെ എന്തുമാത്രം സ്വാതന്ത്ര്യം അനുഭവിക്കുന്നത്. അന്നത്തെ ഇതുകളേ, അന്നും അതുപോലെ സ്വാതന്ത്ര്യം വേണമെന്നിട്ട് ശബ്ദം ഉയർത്താൻ ആളുണ്ടായില്ലേ? അതാ അല്ലേ?
അതൊന്നും അറിയില്ല, കാലങ്ങളാണല്ലോ. വിദ്യാഭ്യാസവും അങ്ങനെ കാലം പുരോഗമിക്കണതനുസരിച്ച് കുറെ മാറ്റങ്ങൾ അന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ജോലിയൊന്നുമില്ല, എല്ലാവരും കുടുംബിനികളാവാനാണല്ലോ. അതായത് 10ാം ക്ലാസ് കഴിഞ്ഞ് ടൈപ്പിന് പോവുക, എന്നിട്ട് ആ ടൈപ്പിന് പോണതിൻ്റെ ഇടയിൽ ആരെങ്കിലും പെണ്ണ് കാണാൻ വന്നിട്ട് കല്യാണം കഴിച്ചു കൊടുക്കുക, അതല്ലേ പരിപാടിയുള്ളോ അല്ലേ ഒരു ടൈമിലേ. എന്തെല്ലാം മാറ്റങ്ങൾ. നമ്മുടെ തടം ഇതിൻ്റെ ഇടയിൽ സെറ്റായി, നമ്മളെന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു. കൂർക്കാടം തലനാട കൂർക്കതലാണ് അമ്മൂട്ടാ. ഇത് മതിയുടെ തരുതേ, ഇതെന്തിനാണ് ഈ സമയത്ത് കൂർക്കതല ഇങ്ങനെ നടന്നെന്ന് വിചാരിക്കും. പല സമയത്ത് ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എല്ലാ സമയത്തും കൂർക്ക അങ്ങനെ കിട്ടും, അതിന് വേണ്ടിയിട്ടല്ല അങ്ങനെ ചെയ്യണത്. അല്ല ഇപ്പൊ കൂർക്ക കിട്ടിയില്ലോ അല്ലേ? ആ ഇപ്പൊ എവിടെ കിട്ടിയെന്ന് ചോദിച്ചില്ലേ അമ്മ? കൂർക്ക ഇതിപ്പോ ഒരു തടം കൂടി ഉണ്ടാക്കേണ്ടി വരുമല്ലോ. ഞാൻ അങ്ങനെ കണ്ടമാനാക്കി മതി, നാട്ടം വെച്ച് കഴിക്കാം. നല്ല കാലാവസ്ഥയായിട്ടാ ഇല്ലേ? ആ നല്ല കാലാവസ്ഥ. ആ ഇതാണ് ഏറ്റവും നല്ലത്. ഇതുകൊണ്ട് സുഖമായിട്ട് സരിത അങ്ങനെ ഒരു 3-4 ജനം വീതം തന്നെ ഇനി മതി. എനിക്ക് പിടിപ്പെടുന്ന നാളെ ഇപ്പം ഞാൻ അല്ലേണ്ട വർത്താനം ഉറക്കെ കേൾക്കുന്നുണ്ട്. ആരെല്ലാം വീതം മതി, തൈര് അല്ലെങ്കിൽ പിന്നെ വീണ്ടും നീക്കുന്നുണ്ട്. ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. അവിടെ നടാനാ? ആ ഈ സൈഡിലെ ഇപ്പം ഞാൻ പ്രതി കിടക്കുന്നില്ലല്ലേ.